ഹായ്, നമുക്കിന്ന് കള്ളപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുണ്ടോ 1 കിലോ അരി ഞാൻ കഴുകി വെള്ളത്തിലിട്ടേക്കാണ്. ഒരു 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഒരു പ്രാവശ്യം അരച്ച് കഴിഞ്ഞു. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. അതുപോലെ മുഴുവൻ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അതായത് രണ്ടാമത് അരച്ചതാണ്. വേണ്ട നമ്മൾ 1 കിലോ പച്ചരിക്ക് നമ്മൾ ഒരു മുഴുവൻ തേങ്ങയും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതായത് ഒരു ഇടത്തരം തേങ്ങ നമ്മൾ അരയ്ക്കാനായിട്ട് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിതുണ്ടോ ഇത്രയും ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. നമുക്കിതുണ്ടോ 1 ടീസ്പൂണ് ജീരകം ഞാൻ കഴുകി എടുത്തതാണ്, അതുകൂടെ ചേർക്കുകയാണ്. ഈ കള്ളപ്പത്തിൻ്റെ കൂടെ കള്ളാണ് ചേർക്കുന്നത് സാധാരണ, പക്ഷെ നമുക്ക് കള്ളില്ലാത്ത കൊണ്ടാണ് ഈസ്റ്റ് ചേർത്തത് കേട്ടോ. നമ്മളിത് ഇത്ര നേരം കാണിച്ച സാധനങ്ങളെല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേസ്റ്റായിട്ടൊന്നും അരക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുന്നതിന് കപ്പി കാച്ചാൻ പോവാണ്. അതിന് പകരം ചോറ് അരച്ച് ചേർത്താലും മതി. ഇപ്പം ഞാൻ ഇവിടെ കപ്പി കാച്ചാൻ പോവുകയാണ്. അതിന് വേണ്ടി പാനിലേക്ക് നമ്മളൊരു 200 മില്ലി വെള്ളം ഒഴിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി ഇതുപോലെ 3 സ്പൂണ് നമ്മൾ ചേർത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് തീ ഓണാക്കാവുള്ളൂ. കട്ടകളെല്ലാം പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓണാക്കി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ചേർത്തത് ഇടിയപ്പം പൊടിയാണ്. അതിന് പകരം നമ്മൾ അരച്ച് വെച്ച മാവിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതുണ്ട് ഇപ്പോൾ ടൈറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കൂടെ വെള്ളം ചേർക്കാം. നല്ലതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ആറാൻ വെക്കണം. ആറി കഴിഞ്ഞിട്ടാണ് നമ്മൾ അരച്ച് വെച്ച മാവിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഈസ്റ്റ് നേരത്തെ എടുത്ത ക്വാണ്ടിറ്റിയുടെ പകുതിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്കത് കുറവാണെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ടീസ്പൂണ്. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കപ്പി കാച്ചത് ഉണ്ടോ, ഇത് നമ്മൾ ആറി വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവ്. ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. രാത്രി നമ്മളിത് സെറ്റാക്കി മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ എന്തായെന്ന് നോക്കാം. നമുക്ക് ഇന്നലെ 10:30-ക്ക് കുഴച്ച് വെച്ച മാവ് എന്തായെന്ന് നോക്കാം. നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ചുട്ട് നോക്കുമ്പോൾ അറിയാം ഇനി പൊളിച്ച് പോയോ എന്തായെന്നുള്ളത്. എന്തായാലും പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പം ചുട്ടാലോ. അതിനായിട്ട് നമുക്ക് പാൻ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്കിങ്ങോട്ട് ഓയിൽ തേച്ച് കൊടുക്കാം.
ചൂടായ ശേഷം നമുക്ക് മാവ് ഒഴിക്കാം. അതായത് ഇങ്ങനെ പരത്തേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ പരന്ന് വന്നോളൂ ഓട്ടോമാറ്റിക്. നമുക്ക് വന്നിട്ട് അത് അടച്ചു വെക്കാം. ഇനി കുക്കാകുമ്പോൾ മറിച്ചിടാം. നമുക്കിത് മറിച്ചിടാം. നമുക്കിത് കുക്കായൊന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇനി ഇതുപോലെ ചുട്ടെടുക്കാം. അടുത്തത് ഞാൻ ചുട്ടിട്ടുണ്ട്. അല്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ചുട്ടേക്കുന്നത്. നമുക്ക് കള്ളപ്പം ഉണ്ടാക്കിയത് സെർവ് ചെയ്യാം. നമുക്ക് കറി ഒഴിക്കാം. കള്ളപ്പത്തിൻ്റെ കൂടെ എപ്പോഴും നല്ല കോമ്പിനേഷൻ ഇതുണ്ട്. ബീഫ് തേങ്ങ കൊത്തൊക്കെ ഇട്ട് വെച്ച ബീഫാണ്. ഞാൻ കഴിച്ചു നോക്കി, അതിനകത്ത് പൊളിച്ചിട്ട് പോയിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം പാകത്തിനാണ്. ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും ഉള്ളിയെല്ലാം അതേ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്.